തിരുവനന്തപുരം നഗരസഭയിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കാപ്പ തടവുകാരനായി കഴിയുന്ന BJP കൗൺസിലർക്ക് അംഗത്വം നിലനിർത്താൻ അവധി അനുവദിക്കാനുള്ള നീക്കം വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. തൃശൂർ വിയ്യൂർ ജില്ലയിൽ കഴിയുന്ന വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതന്റെ കൗൺസിലർ സ്ഥാനം അയോഗ്യതാ ഭീഷണിയിലായതോടെയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ BJP ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ജനപ്രതിനിധിക്ക് സ്വാഭാവിക അയോഗ്യത കൽപ്പിക്കപ്പെടും. എന്നാൽ BJP ഭരണസമിതി പാലക്കാട് നഗരസഭയിൽ സ്വീകരിച്ച നിലപാട് നേരെ വിപരീതമായ നയമാണ് തിരുവനന്തപുരത്ത് നടപ്പാക്കുന്നതെന്ന വിമർശനവുമായി പ്രതിപക്ഷ കക്ഷികളായ CPM-ഉം കോൺഗ്രസും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിവാദത്തിന്റെ നിയമവശങ്ങളും വിയ്യൂർ ജയിലിലെ സത്യപ്രതിജ്ഞയും ഗുരുതര ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനെ കാപ്പ നിയമപ്രകാരമാണ് പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. മുൻ നഗരസഭയിൽ നടത്തിയ സത്യപ്രതിജ്ഞയിലെ നിയമ തടസ്സങ്ങൾ കാരണം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ പ്രത്യേക അനുമതിയോടെ വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തി മേയർ VV രാജേഷ് കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് നേരത്തെ തന്നെ വലിയ ചർച്ചകളായിരുന്നു. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 സെക്ഷൻ 91 പ്രകാരം മുൻകൂർ അനുമതിയില്ലാതെ ഒരു കൗൺസിലർ തുടർച്ചയായി 3 യോഗങ്ങളിൽ വിട്ടുനിന്നാൽ അംഗത്വം റദ്ദാക്കപ്പെടും. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാലോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളാലോ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് 6 മാസം വരെ അവധിക്ക് അപേക്ഷിക്കാനും കൗൺസിലിംഗിന്റെ അധികാരത്തോടെ അത് സാധൂകരിക്കാനും നിയമത്തിൽ വകുപ്പുകളുണ്ട്. ഈ സാങ്കേതികത്വം ഉപയോഗിച്ച് സുഗതന്റെ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പാലക്കാട്ടെ നടപടിയും തിരുവനന്തപുരത്തെ ഇരട്ടത്താപ്പും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആരോപണം BJPയുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പായാണ്. പാലക്കാട് നഗരസഭയിൽ പീഡന കേസിൽപ്പെട്ട് ജയിലിലായ കോൺഗ്രസ് കൗൺസിലർ 3 യോഗങ്ങളിൽ വിട്ടുനിന്നപ്പോൾ കടുത്ത നിലപാടുകളോടെ അംഗത്വം റദ്ദാക്കാൻ മുന്നിൽ നിന്നത് BJP ഭരണസമിതിയായിരുന്നു. അന്ന് പാലക്കാട് നടപ്പാക്കിയ അതേ നിയമ മാനദണ്ഡം തിരുവനന്തപുരത്തും ബാധകമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ ആവശ്യപ്പെട്ടു. ജയിലിൽ കഴിയുന്ന വ്യക്തിക്ക് അവധി അനുവദിക്കാൻ മേയർക്കോ ഭരണസമിതിക്കോ യാതൊരു നിയമപരമായ അധികാരവുമില്ലെന്നും തങ്ങൾ വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നും പ്രതിപക്ഷം സഭയിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഗുണ്ടാപ്രതിയെ സംരക്ഷിക്കാൻ സമ്മതിക്കില്ല. ഗുരുതരമായ സാമുദായിക ഗുണ്ടാ ആക്രമണ കേസുകളിൽപ്പെട്ട് തടവിൽ കഴിയുന്ന പ്രതിക്ക് സഭയിൽ പ്രത്യേക പരിഗണനയോ ആനുകൂല്യമോ നൽകുന്നത് ജനാധിപത്യത്തോട് കാട്ടുന്ന വെല്ലുവിളിയായാണ് LDF പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് SP ദീപക് ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഗുരുതര അസുഖം ബാധിച്ചവർക്കോ വിദേശ യാത്രയിലുള്ളവർക്കോ മാത്രമാണ് കൗൺസിൽ പ്രത്യേക അവധി അനുവദിക്കാറുള്ളത്. ഒരു കാപ്പ കേസ് പ്രതിക്ക് ഇത്തരത്തിൽ നിയമപരമായ ഇളവ് നൽകാൻ ശ്രമിക്കുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അഡ്വക്കേറ്റ് SP ദീപക് യോഗത്തിൽ അവധി അപേക്ഷ വോട്ടെടുപ്പിന് വെക്കണമെന്നും രഹസ്യ വോട്ടിംഗ് നടത്തണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെയാണ് നിലവിൽ BJP ഭരണം നടത്തുന്നത്. എന്നാൽ ആർ സുഗതൻ ജയിലിലായതിനാൽ നിലവിൽ BJPയുടെ വോട്ട് ബലം കുറവാണ്. അവധി അപേക്ഷ വോട്ടെടുപ്പിന് സമർപ്പിക്കുകയും LDF-ഉം UDF-ഉം ഒന്നിച്ച് എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്താൽ ഭരണപക്ഷത്ത് നിന്ന് ഏതെങ്കിലും ഒരു അംഗം വിട്ടുനിൽക്കുകയോ വോട്ട് അസാധുവാകുകയോ ചെയ്താൽ ഭരണസമിതിക്ക് വൻ തിരിച്ചടിയുണ്ടാകും. ഈ സാഹചര്യം ഒഴിവാക്കാൻ BJP നേതൃത്വം എല്ലാ കൗൺസിലർമാർക്കും കർശനമായ വിപ്പ് നൽകിയിട്ടുണ്ട്. കോടതിയിലേക്ക് നീങ്ങാൻ പ്രതിപക്ഷം അവധി അപേക്ഷ കൗൺസിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താനോ ഭരണപക്ഷ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കാനോ ശ്രമിച്ചാൽ വൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കോർപ്പറേഷൻ സെക്രട്ടറിയും കമ്മീഷണറും പരാതി നൽകിയതിനു പുറമെ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും പ്രതിപക്ഷം നീക്കം നടത്തിയിട്ടുണ്ട്.